മെയ് 7 വിശുദ്ധ റോസ് വെനീറിനി. ജനനം 1656 ഫെബ്രുവരി 9 ഇറ്റലിയിൽ. മരണം 1728 മെയ് 7 റോമിൽ വച്ച്. റോസ് വെനീറിനി ഭിഷഗ്വരനായ ഗോഡ്ഫ്രെ വെനീറിനിയുടെ മകളായി 1656 ഇറ്റലിയിലെ വിത്തേർബോയിൽ ജനിച്ചു. തന്നെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു യുവാവിൻ്റെ മരണത്തിൽ മനം നൊന്ത് അവൾ ഒരു മഠത്തിൽ പ്രവേശിച്ചു. എന്നാൽ ഏതാനും മാസങ്ങൾക്കുള്ളിൽ വിധവയായ തൻ്റെ അമ്മയെ ശുശ്രൂഷിക്കുന്നതിനു വേണ്ടി ഭവനത്തിലേക്ക് അവൾക്ക് തിരിച്ചു പോകേണ്ടി വന്നു. സായാഹ്നങ്ങളിൽ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നതിന് പരിചിതരും അയൽപക്കക്കാരുമായ സ്ത്രീകളെയും കുട്ടികളെയും അവൾ ഒരുമിച്ച് കൂട്ടുമായിരുന്നു. മതബോധ്യങ്ങളിലുള്ള അവരുടെ അജ്ഞത കണ്ട് അവൾ അവർക്ക് ഉപദേശങ്ങൾ നൽകുന്നതിന് ആരംഭിച്ചു. ഒരു ആവൃത്തിക്കുള്ളിലെ ധ്യാനനിരതയേക്കാൾ ലോകത്തിൽ ഒരു അധ്യാപിക ആയിരിക്കുക എന്നതാണ് അവളുടെ ദൈവവിളിയെന്ന് തൻ്റെ ആത്മീയ ഗുരുവായ ഈശോ സഭാവൈദികൻ ഇഗ്നേഷ്യസ് മർത്തീനെല്ലിയിൽ നിന്നും ഉപദേശം സ്വീകരിച്ച റോസ് വെനീറിനി 2 സഹായികളോടൊത്ത് 1685 വിത്തേർബോയിൽ പെൺകുട്ടികൾക്കായി ഒരു പ്രാഥമിക വിദ്യാലയം സ്ഥാപിച്ചു. ആരെയും ആകർഷിക്കുന്ന സംഭാഷണ ചാതുരിയും പഠിപ്പിക്കുന്നതിനും മറ്റുള്ളവരെ അധ്യാപനത്തിനൊരുക്കുന്നതിനും സാമർഥ്യവുമുണ്ടായിരുന്ന റോസ് വെനീറിനി ദൈവത്തെ ശുശ്രൂഷിക്കുമ്പോൾ അനുഭവപ്പെടുന്ന ഒരു തടസ്സത്തെയും ഭയപ്പെട്ടില്ല. 1692 ഇതിനകം പ്രശസ്തിയായി തീർന്നിരുന്ന റോസ് വെനീറിനിയെ കർദിനാൾ ബാർബറീഗോ തൻ്റെ രൂപതയായ മോന്തെ ഫിയാസ്കോണോയിൽ സ്കൂളുകളുടെ മേൽനോട്ടം വഹിക്കുന്നതിനും അധ്യാപകരെ പരിശീലിപ്പിക്കുന്നതിനുമായി നിയോഗിച്ചു. അവിടെ അവൾ വിശുദ്ധയായ ലൂസി ഫിലിപ്പിനിയുടെ സുഹൃത്തും മാർഗദർശിയുമായി. റോസ് വെനീറിനി വിവിധ സ്ഥലങ്ങളിൽ നിരവധി സ്കൂളുകൾ സ്ഥാപിച്ചു. അവിശ്വസനീയമായ രീതികളിലുള്ള എതിർപ്പുകളെപ്പോലും അവൾ സധൈര്യം നേരിട്ടു. ക്രൂശിത രൂപത്തെ ഉറ്റുനോക്കിക്കൊണ്ട് ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള തൻ്റെ ആഗ്രഹത്തെ ഉജ്ജ്വലിപ്പിക്കുവാൻ അവൾ ശക്തി സംഭരിച്ചു. ലോകത്തെ ഒരു വലിയ വൃത്തമായി അവൾ ഭാവന ചെയ്തു. വൃത്തത്തിൻ്റെ കേന്ദ്രത്തിൽ സ്വയം പ്രതിഷ്ഠിച്ചുകൊണ്ട് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്ന് ദിവ്യബലിയർപ്പണത്തിലൂടെ പിതാവിന് സ്വയം സമർപ്പിക്കുന്ന യേശുവിനെ അവൾ ധ്യാനിച്ചു. അതിമഹത്തായ വൃത്തം എന്ന് അവൾ വിശേഷിപ്പിച്ച ദൈവത്തിലേക്ക് ഉയർത്തപ്പെടുന്നതിനുള്ള മാർഗമായി ഈ ധ്യാനരീതിയെ റോസ് വെനീറിനി വ്യാഖ്യാനിച്ചു. തൻ്റെ ദീർഘക്ഷമയും ദൈവത്തിലുള്ള ആശ്രയവും മൂലം എല്ലാ എതിർപ്പുകളെയും അതിജീവിച്ച് റോസ് വെനീറിനി 1713 റോമിൽ ഒരു വലിയ വിദ്യാലയം സ്ഥാപിച്ചു. ക്ലെമന്റ് 11 മാർപ്പാപ്പ ഈ വിദ്യാലയ സ്ഥാപനത്തെ പ്രശംസിച്ചു. 1728 മെയ് 7 റോമിൽ വെച്ച് റോസ് വെനീറിനി ദിവംഗതയായി. ബെനഡിക്ട് 16 മാർപ്പാപ്പ 2007 ജൂൺ 3 റോസ് വെനീറിനിയെ വിശുദ്ധയായി പ്രഖ്യാപിച്ചു. വചനം സഖറിയ 9:8 ആരും കയറിയിറങ്ങി നടക്കാതിരിക്കാൻ ഞാൻ എൻ്റെ ഭവനത്തിനു ചുറ്റും പാളയമടിച്ച് കാവൽ നിൽക്കും. ഒരു മർദ്ദകനും ഇനി അവരെ കീഴടക്കുകയില്ല. എൻ്റെ കണ്ണ് അവരുടെ മേലുണ്ട്. വിചിന്തനം: മനുഷ്യൻ്റെ വിജയം ദൈവത്തോട് ആലോചന ചോദിച്ച് ഓരോന്നും ചെയ്യുവാൻ ഇറങ്ങിത്തിരിക്കുമ്പോഴാണ്. വിശുദ്ധ റോസ് വെനീറിനിയുടെ വാക്കുകൾ ശ്രദ്ധിക്കാം. ദൈവഹിതത്തോട് ചേർന്ന് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് പോലെ എനിക്ക് അനുഭവപ്പെടുന്നു. യാതൊന്നും, ജീവിതമോ മരണമോ പോലും എന്നെ ആകുലപ്പെടുത്തുന്നില്ല. അവിടുന്ന് ആഗ്രഹിക്കുന്നത് മാത്രം ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തെ ശുശ്രൂഷിച്ച് സംപ്രീതനാക്കുക എന്നത് മാത്രമാണ് ഞാൻ തേടുന്നത്.